ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് റോസ്മേരിയുടെ ലീവ്സിൻ്റെ ഒരു റിവ്യൂ പറയാൻ ഓർത്താണ് വന്നത്. റിവ്യൂ മാത്രമല്ല, എനിക്കിത് തന്നിട്ടുള്ള നല്ല ഗുഡായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും പറയാൻ ഓർത്താണ് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി റോസ്മേരിയുടെ ലീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഇതാണ് കേട്ടോ, റോസ്മേരിയുടെ. ഇതിൻ്റെ വില വന്നിട്ട് 50 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഓൺലൈനിൽ നമുക്ക് ലിക്വിഡായിട്ടാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, അത് കുറേ ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയിട്ടായിരിക്കുമല്ലോ നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിൽ അത്ര ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നാച്ചുറലായിട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങാടിക്കടയിൽ പോയി വാങ്ങിച്ചതാണ്. ഇത് ലീവ്സ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാണാമെന്നിരുന്നു. ലീവ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല ചുക്ക് വെന്ത സ്മെല്ലാണ് കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഗുണം ഉണ്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാമല്ലോ, അത് വെറുതെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് കാണിച്ചു തരാതിരുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടിൽ വന്നിട്ട്. എല്ലാ അങ്ങാടിക്കടയിലും കിട്ടും, റോസ്മേരി ലീവ്സ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയറിങ്ങിന് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ, റോസ്മേരി ലീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉണക്കി പൊടിച്ച ഇലയാണ് കണ്ടോ. ലീവ്സ് വന്നിട്ട് ഇതാ ഇങ്ങനെ ആണ് ഇതിൻ്റെ ബാക്ക് വന്നിട്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് വില വന്നിട്ട് 50 രൂപയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട്. ഞാൻ കുറച്ചായി ട്രൈ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും റിസൾട്ട് ആയിട്ട് നിങ്ങളെ കാണിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്താണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് വന്നിട്ട് റോസ്മേരി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ച ലീവ്സും കിട്ടും. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമോളം എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇത്ര ഉള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഈ ഒരു പാത്രത്തിൽ അതിൻ്റെ അടപ്പിൽ തന്നെ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. എന്നിട്ട് ഇതാ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുക. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുക. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് അതിട്ട് കൊടുക്കാം. ഇത് 2 സ്പൂൺ ഇടണം, ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുപോലെ നമുക്ക് 1 സ്പൂണോട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂടി വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കണക്ക് ഞാൻ പറയാം. ഞാൻ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന്. എന്നിട്ട് അതിനകത്തേക്ക് 2 സ്പൂൺ റോസ്മേരിയുടെ ലീവ്സാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ പുകയൊക്കെ. അപ്പോൾ നന്നായിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തിള വന്ന വരെ നല്ല ഹൈ ഫ്ലെയിമിലിടുക. തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊരു കട്ടൻ ചായയുടെ ഒക്കെ ഒരു കളർ മാതിരി ഇത് വരും. അപ്പോൾ ആ ഒരു കളർ വരുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അതാവുന്ന വരെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതായത് നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈ ഫ്ലെയിമിൽ. ഇനി ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ചിടും, അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വരും. അതിന് ശേഷം ഒന്ന് കളർ മാറുന്ന വരെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റോസ്മേരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി. അപ്പോൾ അതിനുശേഷം ഞാൻ ഹെയറിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെറുതെ നമ്മൾ ഹെയറിൽ ചുമ്മാ വെള്ളം ഒഴിച്ചിങ്ങനെ വാഷ് ചെയ്യുന്നതിൽ നല്ല ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് സ്കാൾപ്പിലൊക്കെ ചെല്ലാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായും തോന്നുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്